ദാ ഇനി തേങ്ങ ചമ്മന്തി മറന്നേക്കൂ. നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി ചമ്മന്തിയാണിത്. മല്ലിയില ഇതിലൊട്ടും ചേർക്കുന്നില്ല. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. തേങ്ങ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. മസാല ദോശയ്ക്കാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് എടുക്കാൻ പറ്റും, ലൂസാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. അളവുകൾ കൃത്യമായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം. ഇനി ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇനി ഇതിൽ ചേർക്കുന്നത് കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചേർക്കുക. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. തീരെ പൊടിയായിട്ട് അരിയരുത്. 2-3 കഷ്ണങ്ങളാക്കി ചേർക്കുക. ഇനി 4 വെളുത്തുള്ളി ചേർക്കുക. ഇനി ഒരു 6-7 വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ ചമ്മന്തി കുറച്ച് ലൂസാക്കി എടുക്കുന്നത് കാരണം 6 വറ്റൽമുളക് എരിവ് പാകത്തിനായിരിക്കും. നിങ്ങൾ കുറച്ച് കട്ടിക്ക എടുക്കുന്നെങ്കിൽ 1-2 വറ്റൽമുളക് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് കുറഞ്ഞ തീ തന്നെ വേണം വറുത്തെടുക്കാനായിട്ട്. ആ പരിപ്പൊക്കെ നല്ലവണ്ണം എണ്ണയിൽ വറുത്ത് വരണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. ഒന്ന് ചുമന്ന് വരണം. ഉഴുന്ന് പരിപ്പ് ശ്രദ്ധിച്ചാൽ മതിയാകും. അതൊന്ന് ചുമന്ന് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ പരിപ്പും ഒരുപോലെ ചുമന്ന് കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ തീ തന്നെ മൂപ്പിച്ചെടുക്കണം. ഉഴുന്ന് പരിപ്പ് ശ്രദ്ധിച്ചാൽ മതിയാകും. അതിൻ്റെ കളറ് മാറി ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ചേർക്കാം. ഇനി 1 കപ്പ് സവാളയാണ് ചേർക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കണം. ഇത് മീഡിയം സൈസ് 2 സവാളയാണ്. ഇനി ഇതിൻ്റെ കൂടെ 1 പച്ചമുളക് മാത്രം ചേർക്കുക. ഇനി അതേ കുറഞ്ഞ തീ തന്നെ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് വരണ്ട, ആ കളറൊന്ന് മാറി കിട്ടിയാൽ മതി. പക്ഷേ ഈ പരിപ്പ് അടിയിലടിയിൽ വരുന്നത് കാരണം നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതിനാണ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടിക്കോളും. പരിപ്പ് ഓവറായിട്ട് മൂത്തും പോകത്തില്ല. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിൽ ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി 2 കപ്പ് ചേർക്കുന്നുണ്ട്. അതായത് 2 സവാളയ്ക്ക് 4 തക്കാളി. തക്കാളി നല്ല പഴുത്തതായിരിക്കണം. ഞാനിവിടെ പുളിയുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 6-7 കറിവേപ്പില കൂടെ ചേർക്കുക. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കുക. ഇത് ചേർക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ലൊരു കളറ് കിട്ടും. എരിവ് കൂടത്തുമില്ല. ഇനി 2-3 നുള്ള് കായപ്പൊടി കൂടി ചേർക്കുക. ഇനി ഉപ്പൊക്കെ നല്ലവണ്ണം തക്കാളിയിൽ പുരണ്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചേർന്നത് കാരണം തക്കാളി പെട്ടെന്ന് വാടി കിട്ടിക്കോളും. ഇത് കുറഞ്ഞ തീ തന്നെ ഇട്ടേക്കുക. പുളിയുള്ള തക്കാളി ആയത് കാരണം ഞാനിതിലെ വാളംപുളിയൊന്നും വേറെ ചേർക്കുന്നില്ല. ഇനി ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കുറഞ്ഞ തീ തന്നെ മൂടി വയ്ക്കുക. ഇത് നല്ലവണ്ണം ഒന്ന് ചൂട് കയറിയിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ ആ നനവ് കാരണം ആ പരിപ്പൊക്കെ നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം അരഞ്ഞു വരികയും ചെയ്യും. കൂടെ തന്നെ ആ മുളക് പൊടിയുടെയും പച്ച ടേസ്റ്റും ഒക്കെ മാറിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി എടുത്തപ്പോഴത്തേന് തക്കാളിയൊക്കെ കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട്. അത്രയും നേരം മതി, നല്ല പഴുത്ത തക്കാളി ആയത് കാരണം. എടുക്കുമ്പോൾ എപ്പോഴും പുളിയുള്ള തക്കാളി എടുക്കാൻ നോക്കണം. നിങ്ങൾ എടുക്കുന്ന തക്കാളി ഓവൽ ഷേപ്പിലുള്ള പുളി കുറവുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ വാളം പുളി ശകലം ചേർക്കേണ്ടി വരും. ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് അല്പം ആറിക്കോട്ടെ. ഈ ചൂടോടുകൂടി തന്നെ അരച്ചെടുക്കരുത്. മിക്സിയുടെ അടപ്പിൽ നിന്ന് മുകളിലോട്ടൊരു തള്ളലുണ്ടാവും ചൂടെല്ലാം കൂടെ. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നല്ല ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ഞാനിവിടെ പുളിയുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം ശർക്കരപ്പൊടിയോടെ ചേർത്ത് അരയ്ക്കണം. നല്ല ടേസ്റ്റാണ്. ആദ്യമേ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരണം. പറ്റാവുന്നിടത്തോളം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പരിപ്പൊക്കെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ 1 കപ്പോളം വെള്ളം ചേർക്കാം. അതായത് അരയാൻ ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ഒഴിക്കുക, പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്.
ഇതുപോലെ കുറച്ച് കട്ടിക്ക് അരച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. എരിവിനനുസരിച്ചുള്ള മുളക് മാത്രം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ള എല്ലാം അതുപോലെ എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ലൂസാക്കിയാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സർ ജാറിൽ ഒഴിച്ചിട്ടുണ്ട്, അതുകൂടെ ഒഴിക്കാം. വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. ടോട്ടൽ ഇതിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 6 or 7 പേർക്കൊക്കെ കഴിക്കാവുന്ന അളവിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാൻ വേണ്ടി എണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരൽപ്പം കാശ്മീരി മുളക് പൊടിയോടെ ചേർത്ത് ഇളക്കിയിട്ടാണ് ഒഴിച്ചത്. തിളപ്പിച്ചാറിച്ച വെള്ളം ഇതിൽ ചേർത്തിരിക്കുന്നത് കാരണം രാവിലെ ഉണ്ടാക്കിയ ചട്നി വൈകുന്നേരം വരെ ഒട്ടും കേടാകില്ല. ഇഡലിക്കും ദോശയ്ക്കും മസാല ദോശയ്ക്കും ഉഴുന്നുവടയ്ക്കും ഒക്കെ പറ്റിയ ധാരാളം വെറൈറ്റി ചട്നി റെസിപ്പീസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കമൻറ്റ് തരാനും മറക്കരുത്. അതേപോലെ ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.